അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് ലിയോ 14 എന്ന പേരു സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പായുടെ പിൻഗാമിയായി തിരുസഭയെ നയിക്കാൻ ഉത്തരവാദിത്തമേറ്റതിൻ്റെ സന്തോഷത്തിലാണ് ആഗോള സഭയിലെ ക്രൈസ്തവർ. ഈ സമയങ്ങളിൽ ലിയോ 14 പാപ്പ വൈദികനായിരിക്കുന്ന കാലയളവിൽ ചെയ്തിട്ടുള്ള ദൗത്യങ്ങളുടെ പഴയകാല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 2004 കേരളത്തിലെ കലൂർ കത്രിക്കടവിലെ ദേവാലയത്തിൽ നടന്ന ഒരു തിരുപ്പട്ടത്തിൽ പങ്കെടുത്തതും തമിഴ്നാട്ടിലെ ജനതയെ ദുരിതത്തിലാഴ്ത്തിയ വെള്ളപ്പൊക്കത്തിൽ സഹായഹസ്തമായി എത്തിയതുമായ അന്നത്തെ വൈദികനും ഇന്നത്തെ മാർപ്പാപ്പയെയും സോഷ്യൽ മീഡിയ തിരിച്ചറിഞ്ഞു. അത്തരത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ഒരു സുപ്രധാന വീഡിയോയിലും ലിയോ 14 പാപ്പായും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ബെനഡിക്ട് 16 പാപ്പായെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയിലായിരുന്നു പുതിയ മാർപ്പാപ്പായും ഭാഗമായത്. അന്നും അദ്ദേഹം ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അന്ന് ബെനഡിക്ട് 16 പാപ്പായെ വിശുദ്ധ അഗസ്റ്റിനുമായി ഉപമിച്ചുകൊണ്ടായിരുന്നു അഗസ്റ്റീനിയൻ വൈദികനായ ഫാദർ റോബർട്ട് പ്രൊവോസ്റ്റ് ഡോക്യുമെൻ്ററിയിൽ സംസാരിച്ചത്. അതോടൊപ്പം ബെനഡിക്ട് 16 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ സഹകാർമ്മികത്വം വഹിക്കുന്ന ഫാദർ റോബർട്ടിൻ്റെ ദൃശ്യങ്ങളും ഈ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ഫാദർ റോബർട്ട് ഇന്ന് ലിയോ 14 പാപ്പായായി മാറുമോ എന്ന് ആരെങ്കിലും ചിന്തിച്ചു കാണുമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് എന്ന കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ നിറയുന്നത്.